എന്തോന്നാണ് രാവിലെ രണ്ടുപേരുടെ കുത്തിയിട്ട് എന്തൊരു ചെയ്യുന്നുണ്ടായിരുന്നെ? എന്തൊരു സാധനം ഇത്? എന്തുപറ്റിയുടെ രണ്ടുപേരും മോന്തയിൽ ഒരു വല്ലാത്ത വിഷമം പോലെ. മോന്ത എങ്ങനെയാ പിന്നെ നേരെ ഇരിക്കുന്ന ഈ പറയുന്നത് കണ്ടില്ലേ? ഈ പുള്ളി എന്റെ ഒരു സുഹൃത്താ. ഇപ്പൊ എന്നെ കൊണ്ട് വിളിച്ച് കാണിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അന്നേരത്തിൽ നോക്ക് 10,000-3000 സാധനം എഴുതി വരുത്തിയതാ. ഇതിനകത്ത് പറഞ്ഞു തോന്നല്ലേ ഈ സാധനം തന്നെ 2 സോപ്പ് പൊട്ടി നമ്മൾ പാക്ക് ചെയ്ത് വിട്ടേക്കുവാണ്. ഏർപ്പാടായി പോയി കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് സാധനം മേടിക്കും? ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നമ്മൾ സാധനം മേടിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചയക്കാന്ന് വിചാരിച്ചാല് അവര് ഇങ്ങോട്ട് വിളിക്കും, നമ്മൾ വിളിച്ചാൽ ഫോണും പോകത്തില്ല. അവന്റെ അഡ്രസ് ഇല്ലയോ? സാമാനം അങ്ങോട്ട് അങ്ങ് അയച്ചു കൊടുക്കണം. അങ്ങോട്ട് ഒരു സാധനവും നമ്മൾ ഇനി മേടിക്കും. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളല്ല നിങ്ങൾക്കൊക്കെ പറ്റും. ഈ മീഡിയയിൽ കൂടി കാണുന്ന ഒരു സാധനം മേടിക്കില്ല. ഇതേപോലെ ഇഷ്ടംപോലെ തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് സൈബർ അറ്റാക്ക് പോലുള്ള സംഭവമാണ്, അറിയാം. ഇവരൊന്നും വിളിച്ചതിനും കിട്ടത്തുമില്ല. ഞങ്ങളെ പൈസ പോയി കിട്ടി. തലയിൽ വല്ല മൂളയും വേണം. എന്തോന്നടാ ഇതൊക്കെ? മനുഷ്യൻ തിന്നുന്ന ഭക്ഷണവും കഴിച്ച് കഴുതകള ബുദ്ധി. ഈ മനുഷ്യൻ ഓട്ടോറിക്ഷ ഓടിച്ചുണ്ടാക്കുന്ന വ്യാജ വീട്ടിൽ അരിമരിക്കേണ്ട പൈസ എടുത്ത് ഉണ്ടാക്കിയതാ. ഇപ്പൊ കണ്ടി നമ്മള് നാട്ടിൻപുറത്തുകാരനല്ലേ സാറേ, നമുക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയാമോ? വീഡിയോയിലൊക്കെ കണ്ടു നമ്മൾ ഓർഡർ ചെയ്തു, കിട്ടുന്ന സാധനം മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. കൊള്ളാം, നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ. എന്റെ ഒരു സുഹൃത്തിനെ ഒരു ഭയങ്കര അബദ്ധം പറ്റി. എന്തരാണെന്നറിയാം? ഷേഖിന്റെ മോള് പിന്നെ കുറച്ച് പാവങ്ങൾക്ക് കുറെ പൈസകൾ കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കണ്ടു. അപ്പം അവരെ ഗ്രൂപ്പിലേക്ക് ഇയാള് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് അവരിങ്ങോട്ട് പറഞ്ഞു, ദാണ്ട ഇതൊരു ലിങ്ക് ഞങ്ങൾ അയക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളെ ലിങ്കിലേക്ക് കയറി നോക്കുക എന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് അവര് പറഞ്ഞനുസരിച്ച് ആധാറിന്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ട്, മറ്റ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അതോടുകൂടി തൈലാവളാണ്. അയ്യോ. എന്നിട്ട് അവര് പറഞ്ഞു ഒരു OTP വരും, അത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അയാളെ മോളെ കെട്ടിക്കാൻ വേണ്ടി 15 ലക്ഷം രൂപ വസ്തു വിറ്റ് ബാങ്ക് ഇട്ടിരുന്നു. അത് കംപ്ലീറ്റ് തീർന്നിട്ട് അമ്മരടിച്ചോണ്ട് പോയി. എന്തൊരാവശ്യത്തിന് ATM പോയി കാർഡ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് 0 ബാലൻസ്, അത് ഒന്നുമില്ല. ആർക്കറിയാം എന്തൊക്കെ തട്ടിപ്പാ ഇവിടെ നടക്കുന്നത്? എടേ ഭായി, നിങ്ങൾക്ക് ഇത്രയല്ലേ സംഭവിച്ചോളൂ. ഇവിടെ ഇതേപോലെ വമ്പം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അറിയാം. ഇവിടെ ഇരിക്കുന്നവന്റെ ബാങ്കിൽ എത്രയുണ്ട് എല്ലാം അങ്ങ് എത്യോപ്യയിലും ഉഗാണ്ടയിലും ഇരിക്കുന്നവന് വരെ മനസ്സിലാക്കാൻ കഴിയും, അറിയാം. ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇപ്പോഴത്തെ. അത് ശരിയാ. കാരണം നമ്മുടെ ഫോൺ നമ്പറിലൂടെ സകല ഡീറ്റെയിൽ അവർക്ക് പിടിയിട്ട്. അത് ശരിയാ കേട്ടോ.